ഹായ് ഓൾ. ഡ്യൂഡ്, ഈ സിനിമ ആദ്യ ദിനം തന്നെ വൈകുന്നേരം 6 മണിയുടെ ഷോക്ക് ഞാൻ കൈരളി തിയേറ്ററിൽ പോയി കണ്ടു. ഈ ഫസ്റ്റ് ദിവസം തന്നെ ഈ സിനിമ കാണാൻ എന്നെ പ്രേരിപ്പിച്ച രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ പ്രദീപ് രംഗനാഥൻ എന്ന് പറയുന്ന ദ മോസ്റ്റ് ടാലന്റഡ് ആക്ടർ, ആൻഡ് രണ്ടാമത്തത് ഈ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ ആയിട്ടുള്ള സായ്. ഇതിലെ പാട്ടൊക്കെ ഓൾറെഡി വൺ ഫേമസ് ആയിരുന്നു, റീൽസിലും ഷോർട്സിലും ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിരുന്നു. അപ്പോൾ അതൊന്ന് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഞാൻ തിയേറ്ററിൽ പോയത്. ഇതിൽ ഫസ്റ്റ് പറയേണ്ട ആള് പ്രദീപ് രംഗനാഥൻ. മാൻ, ഈ ചെറിയ കാലം കൊണ്ട് ആകെ 4-5 സിനിമ കൊണ്ട് തന്നെ അദ്ദേഹം ഉണ്ടാക്കി വെച്ച ഒരു ഇമ്പാക്ട്, അദ്ദേഹം തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു സ്റ്റൈൽ ഓഫ് മാനറിസം, ഒരു യുണീക്ക് പെർഫോമൻസ്. നമുക്ക് പിന്നെ പ്രത്യേകിച്ച് പറയാന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസും ഡാർക്ക് സ്കിന്നും ഒക്കെ നമ്മളൊരാളാണെന്ന്, നമ്മളൊരു ചെക്കൻ എന്നുള്ള ഒരു ഫീൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. അപ്പൊ അവിടെ പെർഫോം ചെയ്യുമ്പോൾ ഇത് നമ്മളെ പോലെ ഒരാളാണല്ലോ എന്നുള്ളൊരു ഫീല് നമ്മൾ ഉണ്ടാക്കാൻ പ്രദീപിന് സാധിക്കുന്നുണ്ട്. അത് ആഫ്റ്റർ തലൈവർ എനിക്ക് അങ്ങനെ ഒരു അടുപ്പം തോന്നിയത്, മീൻസ് നമ്മളൊരാളാണ് എന്നുള്ളൊരു ഫീൽ എനിക്ക് തോന്നിപ്പിച്ചത് എന്നില് പ്രദീപ് രംഗനാഥനാണ്. പിന്നെ കൂടാതെ തലൈവർ ഫാൻ ബോയുമാണ്. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ കുറെ മാനറിസം, ഓരോ മൂവ്മെന്റിലും തലൈവറുടെ കുറെ മാനറിസം ഉണ്ട്. ഓരോ മൂവ്മെന്റ്സിലും, നടക്കുന്നതിലാണെങ്കിലും ഈവൻ ഇമോഷണൽ സീൻസിൽ വരെ നമ്മുടെ കണ്ണീര് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇന്റർവ്യൂ സമയത്ത് ഇങ്ങനെ തട്ടുന്ന ഒരു സീനൊക്കെ ഉണ്ട്. പക്ക തലൈവർ, പണ്ടത്തെ ആ ഒരു വിന്റേജ് തലൈവറെ കണ്ട ഒരു ഫീൽ എനിക്ക് ഈ ഒരു പ്രദീപിലൂടെ കാണാൻ പറ്റി. പിന്നെ മമിതയൊക്കെ സ്കോർ ചെയ്തിട്ടുണ്ട്. ചില ഇമോഷണൽ സീൻസ് ഒക്കെ കാണുന്ന സമയത്ത് എവിടേക്കോ ചെറിയൊരു ഒരു പെർഫോമൻസ് ലാക്ക് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യും. പക്ഷെ എന്നാലും ഡാൻസ് ആണെങ്കിലും ആ സ്ക്രീൻ പ്രസൻസ് ആണെങ്കിലും ഒക്കെ മമിത സ്കോർ ചെയ്തിട്ടുണ്ട് സിനിമയിൽ. പിന്നെ അതിൽ പ്രതീക്ഷിക്കാത്ത ഒരാൾ, മലയാള സിനിമയിൽ കുറഞ്ഞ വേഷങ്ങൾ ചെയ്തിട്ടുള്ള ഒരു നടൻ സിനിമയിൽ ഒരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രദീപിന്റെ സിനിമ കാണുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാല്, നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് കുറെ മെസ്സേജസ് അദ്ദേഹം കൺവേ ചെയ്യും. ഒരു വൈബ് ഓളത്തിൽ ഇങ്ങനെ സിനിമ പോകും. കോമഡി, ഫൈറ്റ്, റൊമാൻസ് ഒക്കെ ആയിട്ട് ഒരു ഓളത്തിൽ അടിച്ചു പൊളിക്കാൻ പറ്റിയ തരത്തിൽ ഒരു ഫൺ എന്റർടൈനർ ആയിട്ട് സിനിമ ഇങ്ങനെ മൂവ് ചെയ്യും. ആ സിനിമ മൂവ് ചെയ്യുന്നതിനിടയിൽ കൂടി തന്നെ നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് കുറെ സാധനം, ഇപ്പോഴത്തെ ഒരു കറണ്ട് സ്റ്റാറ്റസ്, നമ്മുടെ ഈ ജനറേഷൻ്റെ ഒരു സ്റ്റാറ്റസ് എന്താണെന്ന് കൂടി നമ്മളിലേക്ക് എത്തിക്കും. എനിക്ക് പ്രത്യേകിച്ച് ഏറ്റവും ഇഷ്ടമുള്ള ജനറാണത്. നമ്മൾ പോലും അറിയാതെ തമാശയിലൂടെ നമ്മളിലേക്ക് കാര്യം എത്തിക്കുന്നത്. ഇപ്പൊ മലയാള സിനിമയിലൊക്കെ നോക്കുകയാണെങ്കിൽ ഈ അടുത്തിറങ്ങിയ ജയ ജയ ഹേ, അതേപോലെ വാഴ, പിന്നെ വ്യസന സമേതം, ബന്ധുമിത്രാദികള്, ഇതൊക്കെ നമ്മൾ ആ സിനിമയിൽ ഇങ്ങനെ ലയിച്ച് ചിരിച്ച് അടിച്ചു പൊളിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് കുറെ സാധനങ്ങൾ ഇങ്ങനെ ഇട്ട് തരുന്നുണ്ട്. അത് ഞാൻ എടുത്തു പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, ഈ അടുത്ത് ഞാൻ ആസിഫ് അലിയുടെ ആഭ്യന്തര കുറ്റവാളി എന്നൊരു സിനിമ കണ്ടിരുന്നു. ആ സിനിമ കാണുമ്പോൾ ആ സിനിമയിലെ കോണ്ടന്റ് എന്ന് പറഞ്ഞാല്, നമ്മുടെ വിവാഹശേഷം തെറ്റ് ഭാര്യയുടെ ഭാഗത്താണെങ്കിലും നമ്മുടെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത് ഭർത്താവാണ് എന്നുള്ള, അതായത് എന്ത് പ്രശ്നം വന്നാലും അവസാനം തലയിലാവുന്നത് ആണുങ്ങൾ തന്നെയാണ്, ഈ ആണുങ്ങൾക്ക് വേണ്ടി ചോദിക്കാൻ ആരുമില്ലേ എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് ആ സിനിമ കൈകാര്യം ചെയ്യുന്നത്. അടിപൊളി കൺസെപ്റ്റ് ആണ്. കുറച്ചുകൂടി അത് വൃത്തിയിൽ പ്രസന്റ് ചെയ്തിരുന്നെങ്കിൽ അടിപൊളി ലെവലെത്തേണ്ട ഒരു സിനിമയായിരുന്നു. പക്ഷെ അത് എവിടേക്കോ അത് കാണുമ്പോൾ നമുക്ക് എന്താ ഫീൽ ചെയ്യുക വെച്ചാല്, ഈ സിനിമ ഇത് പറയാണ്, ഒരു ക്ലാസ് എടുക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഈ സിനിമ എന്ന കാര്യം പറയാൻ ശ്രമിക്കുകയാണ് എന്നുള്ളൊരു ഫീൽ നമുക്ക് ഉണ്ടാവും. പക്ഷെ അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ നമുക്കത് കണക്ഷൻ വരില്ല. അക്കാര്യത്തിൽ പ്രദീപ് ഒരു രക്ഷയില്ല. ഇതിലെ കുറെ ഡയലോഗ്സ് ഉണ്ട്. മൊത്തം കൂടെ ഫീലിങ്സ് ക്രിഞ്ചാപ്പാക്കുന്നതാണ്ടാ ഇന്നേക്ക് ട്രെൻഡിങ് പറയുന്ന കുറിച്ച്, അങ്ങനത്തെ കുറെ ഡയലോഗുകളുണ്ട്. ലവ് എന്നാ ഫേസാ, ഇല്ല ഷേപ്പാ, ഇല്ല കളറാ, അങ്ങനെയുള്ള കുറെ നല്ല മൊത്തം കൂടെ ഫീലിങ്സ് ക്രിഞ്ചാപ്പാക്കുന്നതാണ്ടാ ഇന്നേക്ക് ട്രെൻഡിങ്, അങ്ങനെയുള്ള കുറെ ഡയലോഗുകളൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഒരു പക്ക എനർജറ്റിക് ആയിട്ടാണ് എനിക്ക് തിരിച്ചു പോകുന്നത്. കുറേ ആയിട്ട് സിനിമയ്ക്ക് റിവ്യൂ ചെയ്യാത്തതിന്റെ റീസണും ഇതായിരുന്നു. സിനിമ കണ്ട് ഇറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ വളരെ ഹാപ്പി ആയിട്ട് ഞാൻ തിരിച്ചു വന്നിട്ടില്ല. സ്ട്രിക്ട്ലി പേഴ്സണലാണ്. ഇതൊരു എന്താ പറയാ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയല്ല. ഇത് ഇദ്ദേഹത്തിന് അല്ലെങ്കിൽ പ്രദീപിനൊക്കെ ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടി കണക്ട് ആവും. കാരണം അദ്ദേഹത്തിന്റെ മാനറിസം എല്ലാവർക്കും ആദ്യമായിട്ട് കാണുന്ന ആൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. അദ്ദേഹത്തിന്റെ 2-3 സിനിമയൊക്കെ കണ്ട് അയാളുമായിട്ട് കണക്ട് ആയിട്ടുള്ള ഒരാൾക്ക് അദ്ദേഹത്തിന്റെ മാനറിസും ആ ഒരു സ്റ്റൈലും ആ പ്രസന്റേഷനും ഒക്കെ ഇഷ്ടപ്പെടും. രജനീകാന്തിന്റെ കാര്യം അതാണല്ലോ. രജനീകാന്തിന്റെ സിനിമ ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്ക് ഇയാൾ എന്താ കാണിക്കുന്നൊക്കെ തോന്നും. പക്ഷെ അദ്ദേഹത്തിന്റെ സിനിമ കുറെ കണ്ട് ശീലമായിട്ടുള്ള ഒരാൾക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു മാനറിസത്തിനും ആ സ്റ്റൈലിനും വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യും. അതേപോലെയാണ് പ്രദീപിന്റെ ആ ഒരു പണ്ടത്തെ സിനിമയിലെ കുറെ സാധനങ്ങൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുക അത് കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട്. അദ്ദേഹം ഇനി ഉയരങ്ങളിൽ എത്തണം. അദ്ദേഹം ഇത്രയും കഷ്ടപ്പെട്ട് ഈ ഒരു സ്റ്റേജിൽ എത്തിയാണ്.
ഭാഗ്യം കൊണ്ടല്ല, കഷ്ടപ്പാട് കൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഫീൽഡിൽ പിടിച്ചു നിൽക്കുന്നത്. പിന്നെ സോങ്സ് പറയുകയാണെങ്കിൽ സായ്, തീ, ഇന്റർവൽ സമയത്തൊക്കെ ഒരു സാധനം തരുന്നുണ്ട്. അതൊക്കെ ഹൈ വോൾട്ടേജ് ആയിട്ടാണ്. മൊത്തത്തിൽ ഒരു കളർഫുൾ എന്റർടൈനർ എന്ന് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് കുറച്ച് നേരം ഒന്ന് ആസ്വദിച്ച് വിസിൽ വിളിച്ച് കൈയടിച്ച് ചിരിച്ചു പോരാൻ പറ്റിയൊരു സിനിമ എന്നുള്ള രീതിയിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ വേർത്താണ്. ഒരു ഹൈ ലെവൽ ദീപാവലി പടം കാണാൻ പോകാന്നൊക്കെയുള്ള രീതിയിൽ പോയി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ഒരു എന്റർടൈൻമെന്റ്, ഒരു പക്ക എന്റർടൈൻമെന്റ്. അങ്ങനെ പോയി കണ്ടാൽ സൂപ്പറായിട്ട് തിരിച്ചറിയാൻ പറ്റുന്ന നല്ല സിനിമയാണ്. മറ്റൊരു സിനിമയുടെ റിവ്യൂ ആയിട്ട് വരുന്നവരെല്ലാവർക്കും